നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ടോയ്ലറ്റിൽ എന്താണ് കാര്യം എന്നല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്ലോസറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇത് ക്ലോസറ്റും ഇൻലെറ്റ് പൈപ്പിൻ്റെ ഇടയിൽ വെക്കാനുള്ള ഗ്യാസ്കറ്റാണ്. ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും പ്ലഗ് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ സീറ്റിൻ്റെ ആക്സസറീസും എല്ലാം ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് വെള്ളം ഫ്ലാഷ് ചെയ്യാനുള്ള ബട്ടൻ്റെ അടിയിൽ വരുന്നതാണ്. ഇത് ഹൈറ്റ് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ക്ലോസറ്റിൻ്റെ അടിഭാഗത്ത് ഇൻലെറ്റ് പൈപ്പിൻ്റെ ഒത്ത സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അടുത്തായി നമുക്ക് ഇൻലെറ്റ് പൈപ്പ് 1/2 സെൻറ്റിമീറ്റർ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1/2 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻലെറ്റ് പൈപ്പിൻ്റെ അകത്തേക്ക് ഡസ്റ്റ് ഒന്നും കയറാതിരിക്കാനായിട്ട് നമ്മളൊരു തുണി തിരികെ വെച്ചിട്ടുണ്ട്. ക്ലോസറ്റിൻ്റെ ഒത്ത സെൻറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലോസറ്റ് കൃത്യമായി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. സ്ക്രൂസിന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ചെയ്യാനായിട്ട് 2 സ്ക്രൂ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു 2 ഹോളിൽ മാത്രമേ നമ്മൾ സ്ക്രൂ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്രൂവിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. തുളയ്ക്കുമ്പോൾ ബിറ്റ് തെന്നി പോകാതിരിക്കാതെ നമ്മൾ ഒരു ആണി വെച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് പതിച്ചു കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. എയ്റ്റ് mm പ്ലഗും അതുപോലെ തന്നെ 3 ഇഞ്ചിൻ്റെ സ്ക്രൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലഗ് അടിച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് സിലിക്കോൺ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്തെടുക്കാം. സിലിക്കോൺ ഇവിടെ ഏഷ്യൻ പെയിൻസിൻ്റെ ക്ലിയർ ആണ് എടുക്കുന്നത്. വാക്സ് കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് ക്ലോസറ്റ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂവിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വാഷർ കൂടെ ഇട്ട് കൊടുക്കുക. സ്ക്രൂ കാലക്രമേണ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കനോപ്പിയാണിത്. ഈ ഒരു വാഷറിൻ്റെ മുകളിലാണ് ഈ കനോപ്പി ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രൂ കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വാഷർ മറക്കാതെ സ്ക്രൂവിൽ ഇട്ട് കൊടുക്കുക. ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഇൻലെറ്റ് പൈപ്പിൻ്റെ അകത്ത് സിമെൻറ്റ് എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് കുത്തിക്കളഞ്ഞ് ക്ലീൻ ആക്കുക. ഈ 2 ഹോളിലൂടെയാണ് സ്ക്രൂ ചെയ്യേണ്ടത്. ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്കിത് സ്ക്രൂ ചെയ്യാൻ സാധിക്കില്ല. മിനിമം ഒരു 18 ഇഞ്ച് വലിപ്പമുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ച് വേണം, സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് വേണം സ്ക്രൂ ചെയ്യാനായിട്ട്. ഈ സൈഡിലൂടെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ടുകൊണ്ട്, ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇട്ടുകൊണ്ട് നമുക്ക് സ്ക്രൂ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈഡെല്ലാം സിലിക്കൺ വെച്ച് ഗ്യാപ്പെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിൻ്റെ സീറ്റ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സീറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ ലോക്ക് കാണാം. ഇത് ഇങ്ങോട്ട് പ്രസ് ചെയ്യുക. ശേഷം ഇങ്ങനെ വലിച്ചെടുത്താൽ മതിയാവും. ലോക്ക് റിലീസ് ചെയ്ത ശേഷം ഫ്രണ്ടിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാം. ഊരിയെടുത്ത ശേഷം ഈ ഒരു പീസാണ് നമ്മൾ ക്ലോസറിൽ ആദ്യം ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. നമ്മൾ ഇവിടെ വെച്ചിട്ട് അടിയിൽ ഈ ഒരു നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് നമുക്കിങ്ങനെ നീക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സീറ്റ് ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നട്ട് നമുക്ക് താഴെ നിന്ന് ഇട്ട് കൊടുക്കാം. നട്ട് നമ്മൾ താഴെ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സീറ്റ് ലോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പാർട്ട് ഇങ്ങോട്ട് നീക്കി വെക്കുക. ഇപ്പോൾ സീറ്റ് ലോക്ക് ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ടാങ്കിൻ്റെ ടോപ്പ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലെഗ് വഴിയാണ് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ ലെഗിൻ്റെ നീളം നമ്മൾ 1.25 ഇഞ്ചോളം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്തായി നമുക്ക് ഫ്ലഷിലേക്കുള്ള കണക്ഷൻ പൈപ്പ് കൊടുക്കാം. ഇത് നമുക്ക് സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വാൽവിൽ ത്രെഡ് സീൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് വാൽവ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലോസറിലേക്കുള്ള വെള്ളപ്പൈപ്പ് കൂടെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായി നമുക്ക് ക്ലോസറിലേക്കുള്ള ടാപ്പ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ആംഗിൾ വാൾവ് ഫിറ്റ് ചെയ്തെടുക്കാം. ആംഗിൾ വാൾവ് ടെഫ്ലോൺ ചുറ്റിയെടുക്കാം. ക്ലോസറ്റിൻ്റെ ടാപ്പ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ക്ലോസറ്റ് ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലോസറ്റിന്റെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണാം.